മുമ്പ് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും അത് ചോർന്നു പോകാനുള്ള അവസരങ്ങളാണ് കൊടുത്തത്. ഇത് ചോർന്നു പോകുന്നത് എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഭരണകക്ഷി അധ്യാപക സംഘടനകളുടെ ആളുകളെ ചോദ്യം ചെയ്താൽ ഇത് അറിയാൻ പറ്റും. കാരണം അവർക്കുള്ള അപ്രമാദിത്വമാണ് ഈ സാധനം ചോർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണ്ട. ഇതിൻ്റെ അകത്ത് ഈ സർക്കാർ ശമ്പളം മേടിച്ചിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിച്ചു മാറ്റുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ? എന്നിട്ട് എന്താണ് അവരുടെ പേര് വിവരം പുറത്തുവിടാത്തത്? 1400 പേരുടെ പേര് വിവരം എന്താ പുറത്തുവിടാത്തത്? സർക്കാർ ശമ്പളം മേടിച്ചിട്ട് പാവപ്പെട്ടവന് കിട്ടേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടി വാങ്ങിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത്? എന്തൊരു ക്രിമിനൽ കുറ്റമാണ്, എന്തൊരു അതിക്രമമാണ്, എന്തൊരു അഴിമതിയാണ്. സർക്കാരിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? എന്നിട്ട് അവരുടെ പേര് പുറത്തുവിടില്ലെന്ന്. എന്താ പേര് പുറത്തുവിടാത്തത്? എന്താ പേര്? ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തു വിടണം. അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോയി പേര് പുറത്തു വിടണമെന്നുള്ള പേര് പുറത്തു കൊണ്ടിട്ടുണ്ടേ. ശമ്പളം മേടിച്ചിട്ട് അതിൻ്റെ കൂടെ പാവപ്പെട്ടവൻ്റെ പെൻഷനും കൂടി അടിച്ചു മാറ്റുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് വിവരം പുറത്തു കൊടുക്കില്ല. പേര് വിവരം പുറത്തു വിട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും, ചോദ്യ പേപ്പർ ചോർത്തിയത് പോലെ. അത്രയേ ഉള്ളൂ. അതാണ് പേര് വിവരം. നമ്മളെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴേ പേരൊക്കെ വന്ന് ഇപ്പോൾ ജയിലിൽ കൊണ്ടുപോകുന്ന ഫോട്ടോയൊക്കെ വന്നേനെ, നിങ്ങൾക്ക് വിഷ്വൽ കിട്ടിയേനെ. മിണ്ടാട്ടുമില്ല, പറയില്ലെന്ന്. അവരെ കൊണ്ട് തിരിച്ചടപ്പിക്കാൻ നോക്കുകയാണ്. അതാണ് ചെയ്യേണ്ടത്. അവരെ കൊണ്ട് ആ പൈസ തിരിച്ചടപ്പിക്കാൻ നോക്കുക. തിരിച്ചടച്ചോട്ടെ. അതുകൊണ്ട് ആ ക്രിമിനൽ കുറ്റം ഇല്ലാതാവുക. പിരിച്ചുവിടണ്ടേ സർവീസിൽ നിന്ന്? സർവീസിൽ നിന്ന് പിരിച്ചുവിടണ്ടേ? വേണ്ടേ? പേര് പോലും പുറത്ത് പറയില്ല, വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ്